അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മം അത് ഇറാഖത്തുദ്ദമാണ്, ഉളഹിയത്ത് അറുക്കുക എന്നതാണ്. കാലങ്ങളായി മുസ്ലിം ലോകം ചെയ്തു വരുന്ന വലിയൊരു പുണ്യകർമ്മമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുകയും അതിനുശേഷം സ്വഹാബത്തും താബിയുകളും തബഉ താബിയുകളും ഇന്ന് വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും വിശ്വാസികളും ചെയ്തു വരുന്ന, ലോകാവസാനം വരെ നിലനിൽക്കുന്ന വലിയൊരു മഹത്തായ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ചെയ്യപ്പെടുന്ന സൽക്കർമ്മമാണ് ഉളഹിയത്ത്. ആ ഉളഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതിലൂടെ പാരത്രിക ലോകത്തും നമുക്ക് വലിയ നേട്ടമുണ്ട്. നാളെ സിറാത്ത് പാലത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വാഹനം അത് നാം അറുക്കുന്ന ഉളഹിയത്ത് മൃഗമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഉളഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അതിലൂടെ നമുക്ക് പാരത്രിക ലോകത്തേക്കുള്ളൊരു വാഹനം കൂടി വാങ്ങി വെക്കാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെ ബുക്കിംഗ് ചെയ്ത് വെക്കുക എന്നതുപോലെ നാം ആ ഒരു വാഹനത്തെ മുൻകൂട്ടി ഒരുക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഉളഹിയത്ത് കർമ്മം അതിൻ്റെ പവിത്രത, മഹത്വം കണക്കിലെടുത്ത് നമ്മളെല്ലാവരും നിർവഹിക്കണം. അത് മുഅക്കദായ സുന്നത്താണ്. ഒരു വീട്ടിൽ ഒരാൾ മാത്രമാണെങ്കിൽ അയാൾക്ക് സുന്നത്ത് അയിൻ. ഇനി ആ വീട്ടിൽ അധികം ആളുകളുണ്ടെങ്കിൽ സുന്നത്ത് കിഫയാണ്. ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ ഒരു മൃഗത്തിനെ അറുത്തുകൊണ്ട് രക്തമൊലിപ്പിച്ച് ബലിപെരുന്നാളിൽ നാം ആ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ പുണ്യം ലഭിക്കും, അവൻ്റെ പ്രീതി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ മൃഗങ്ങളെ തയ്യാറാക്കി നമ്മൾ അറുക്കാനുള്ള തയ്യാറെടുപ്പെടുക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാലങ്ങളായി ഓരോ വർഷവും അറുത്തു വരുന്ന എത്രയോ ആളുകളുണ്ട്. പുതിയ തലമുറ ഇത്തരം വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.